കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ശക്തമായ നിലപാടിലേക്ക് പോവുകയാണ്. ഒരു നിമിഷം പോലും MLA സ്ഥാനത്ത് ജനപ്രതിനിധിയായി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് യോഗ്യതയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രാജി വൈകില്ല എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജിവെച്ചാൽ മാത്രം പോരാ, പൊതുപ്രവർത്തനത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം എന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാനും KK രമയും ഒക്കെ പറയുന്നത്. പാലക്കാട് MLA-ക്കെതിരെ ഉയർന്ന ആരോപണത്തിന്റെ പേരിൽ കോഴിക്കോട് കലാപമുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നുവെന്ന് DCC അധ്യക്ഷൻ K പ്രവീൺ കുമാറിന്റെ ആരോപണം. വടകര MP ഷാഫി പറമ്പിൽ പങ്കെടുത്ത ഭിന്നശേഷി കുട്ടികളുടെ ഓണാഘോഷ പരിപാടി ഉൾപ്പെടെ പല പരിപാടികളും CPM അലങ്കോലമാക്കി. ആരോപണം നേരിടുന്ന കൊല്ലം MLA മുകേഷിനെതിരെ എന്തുകൊണ്ട് CPM പ്രതിഷേധിക്കുന്നില്ല എന്നും പ്രവീൺ കുമാറിന്റെ ചോദ്യം. CPM-ന്റെയും പാർട്ടി ഫോറം അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ ഏത് കോണിൽ വേണേ പരിപാടി വെച്ചോട്ടെ, എവിടെ വേണേ പരിശോധന നടത്തിക്കോട്ടെ, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. MP പങ്കെടുക്കുന്ന പാർട്ടി പരിപാടികൾക്ക് നേരെ പ്രകോപനവുമായി വന്നാൽ അതിശക്തമായ പ്രതിരോധം. എന്തുകൊണ്ട് കൊല്ലത്ത് MLA മുകേഷിനെ പ്രതിഷേധിക്കുന്നില്ല? അപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം അസഹിഷ്ണുതയാണ്. കോൺഗ്രസിനും UDF-നും ഈ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന പൊതു സ്വീകാര്യതയുള്ള അസഹിഷ്ണുതയാണ്. ആ അസഹിഷ്ണുത തകർക്കാനാണ് ശ്രമമെങ്കിൽ ആ നീക്കത്തെയും കോൺഗ്രസ് അതിശക്തമായി പ്രതിരോധിക്കും. രാഹുൽ രാജിവെക്കണം എന്ന നിലപാടിലേക്ക് കൂടുതൽ നേതാക്കൾ പരസ്യമായി രംഗത്ത് വരികയാണ്, പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ. അമൽ തേനമറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, സധൈര്യം തുറന്നു പറയുകയാണ് കോൺഗ്രസിലെ UDF-ലെ വനിതകൾ, നേതാക്കൾ. പ്രവർത്തകരുടെ പൊതുവികാരം, കേരളത്തിന്റെ പൊതുവികാരം അവരുടെ വാക്കുകളിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇനി രാജിയല്ലാതെ മറ്റൊരു പോംവഴിയും രാഹുലിന്റെ മുന്നിലില്ല. അന്ന് ആദ്യത്തെ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഒന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ രാഹുൽ ശ്രമിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലും ഫോൺ സംഭാഷണമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ധ്വനി രാഹുലിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ പുറത്തുവരലുകളാണ്. എത്രയെത്ര വെളിപ്പെടുത്തലുകൾ പിന്നീട് നമ്മൾ കേട്ടു. ഇന്നലെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇനിയും വിശദീകരിച്ച് വഷളാക്കരുത് എന്ന് നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു. രാജി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ അമൽ? ആര്യ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് രാഹുലിന്റെ രാജിക്കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടെ തീരുമാനം എന്നുള്ളതാണ്. കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുകയാണ്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലുണ്ടാകുന്ന പ്രതിസന്ധിയുടെ കാര്യം കൂടി പരിശോധിക്കുന്നു. ഈ പരിശോധനകൾക്കെല്ലാം ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കണമെന്ന് KPCC ആവശ്യപ്പെടും. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. രാഹുൽ തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതുപോലെ രാഹുലിനെ കൊണ്ട് തന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം നൽകുമോ അതോ പാർട്ടി തന്നെ ഒരു തീരുമാനമെടുത്ത് അറിയിക്കുമോ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ഒന്നടങ്കം ഏതെങ്കിലും ഒരു നേതാവ് പോലും രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്യ പ്രതികരണം നടത്തുന്ന ആളുകളെ നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ കണ്ടുപോയി. ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള മുഴുവൻ ആളുകളും അത്തരം പ്രതികരണം നടത്തുന്നു. ബിന്ദു കൃഷ്ണയുമായി സംസാരിച്ചിരുന്നു. ബിന്ദു കൃഷ്ണയ്ക്കും സമാന നിലപാട് തന്നെയാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാഹുലിനെ തള്ളിപ്പറയുകയാണ്. അടിയന്തരമായൊരു രാജി ഉണ്ടാകണം എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പരസ്യ പ്രതികരണത്തോട്, മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തോട് യോജിക്കുന്നു മുഴുവൻ ആളുകളും. VD സതീശൻ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കണ്ട് ഈ നിലപാട് പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ രാജി വൈകില്ല എന്ന് ഉറപ്പിച്ച് പറയാം. കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. രാഹുലിന്റെ പ്രതിരോധങ്ങളെല്ലാം പാളുകയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. അത് M മുകേഷ് രാജിവെച്ചില്ലല്ലോ, AK ശശീന്ദ്രൻ രാജിവെച്ചില്ലല്ലോ, എൽദോസ് കുന്നപ്പള്ളിൽ രാജിവെച്ചില്ലല്ലോ, വിൻസെന്റ് രാജിവെച്ചില്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇനി പിടിച്ചു നിൽക്കാനാവില്ല. കാരണം അന്നൊന്നും സ്വന്തം പാർട്ടിയിൽ നിന്നും ഇത്തരത്തിൽ ആ നേതാക്കൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായിട്ടില്ല. മാത്രമല്ല ഇങ്ങനെ ഒറ്റക്കെട്ടായി ഒരു ഏകാഭിപ്രായം രാജി എന്നുള്ള വിഷയത്തിൽ അന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് നേതാക്കളൊക്കെ പാർട്ടി വേദികളിൽ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ അമലിലേക്ക് മടങ്ങി വരാം.